കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾക്കിന്ന് ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസം കർത്താവിൽ മുട്ടുകളെ മുടക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ദൈവമേ, കർത്താവിൻ്റെ ദയയും കരുണയും വലുതാകുന്നു. ഇന്ന് ഞങ്ങൾക്ക് വേണ്ട നന്മകൾ കർത്താവ് സ്വർഗ്ഗത്തിൽ നൽകി തന്ന് ഞങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതിന് വേണ്ടി നാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ആരാധനയിൽ ഞങ്ങൾ കൂടി ഞങ്ങൾക്ക് സമ്പൂർണ്ണമായ ഒരു വിടുതൽ സ്വർഗം കൽപ്പിച്ചു തരുമാറാകണമേ. ജനത്തെ ഉണർത്തണമേ. എല്ലാവർക്കും വേണ്ട വിടുതൽ കർത്താവ് സ്വർഗത്തിന് കൽപ്പിക്കണം. കാത്തോളമേ, അനുഗ്രഹിക്കണമേ. സ്തോത്രം, 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 സ്തോത്രം. ആദ്യം നമുക്ക് തൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു കൊള്ളണം. യേശുവിൻ്റെ നാമത്തിൽ നമുക്കിരിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഈ ഒരു ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസവും കൂടി നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുവാനും കർത്താവിനെ അനുസരിപ്പാനും കർത്താവിനെ അർപ്പിക്കാനും എന്നിങ്ങനെ അനവധി കാര്യങ്ങളാണ് ഒരു ആരാധനയിൽ കൂടി ദൈവത്തിൻ്റെ വചനം ഉദ്ദേശിക്കുന്നത്. ഞാനും ബാലനും കൂടി പോയി ദൈവത്തെ ആരാധിച്ചിട്ട് മടങ്ങി വരാം എന്ന് അബ്രഹാം തൻ്റെ ബാല്യക്കാരോട് പറഞ്ഞു പോയത് അവിടെ പാട്ടുപാടാനും മറ്റുമല്ല, പിന്നെയോ ദൈവത്തെ അനുസരിക്കാൻ പോയതാണ്. അനുസരണമാണ് ആരാധന. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത്, ഫറവോൻ തൻ്റെ ജനത്തെ പിടിച്ചു നിർത്തിയപ്പോൾ അവർ പറഞ്ഞത് പ്രകാരമാണ്, ഞങ്ങളെ വിടണം, ഒരു കുളമ്പ് പോലും ശേഷിക്കാൻ പാടില്ല. ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾ, ഭാര്യമാർ, മൃഗസമ്പത്ത്, ഞങ്ങൾക്കുള്ളതൊക്കെയും കൊണ്ടുപോകണം. എന്തെന്നാൽ അവിടെ ചെല്ലുമ്പോൾ ഏതിനെ അർപ്പിച്ച് ആരാധിക്കണം എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ആരാധനയിൽ അർപ്പണം ആരാധനയുടെ ഭാഗമാണ്. വീണ്ടും നമ്മൾ പഠിക്കുന്നത്, ദൈവത്തിൻ്റെ എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത്, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നുവെന്ന് ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നതും ആരാധനയുടെ ഭാഗമാണ്. ആ സ്തുതിയുടെ പ്രത്യേകത ഏതാണ്? സ്തുതിക്കുന്നവരാരായിരിക്കണം? അവൻ്റെ മുഖപ്രകാശമുള്ളവരായിരിക്കണം. സത്യദൈവം ആ ദൈവത്തെ കണ്ടെത്തി ആരാധിക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവരാണ് ആരാധിക്കുന്നത്. വീണ്ടും നമ്മൾ പഠിക്കുന്നത്, നിങ്ങളുടെ ദൈവത്തിൻ്റെ മനസ്സറിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ബുദ്ധിയുള്ള ആരാധനയായിരിക്കണം. ആരാധനയിൽ ബുദ്ധി വേണം. ആരാധനയുടെ ബുദ്ധി എന്ന് പറയുന്നത് ദൈവം ശ്രദ്ധിക്കണം. ദൈവം ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിയിൽ ശ്രദ്ധിക്കണമെങ്കിൽ വേറൊരു വഴിയും കർത്താവിൻ്റെ വചനം പറഞ്ഞിട്ടില്ല. ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ ത്യാഗം, അവൻ അനുഭവിക്കേണ്ടി വന്ന കഷ്ടത, അതിനെക്കുറിച്ച് മനോബോധം ആർക്കുണ്ടോ അവനോട് ദൈവം മനസ്സലി. ഇങ്ങനെയൊക്കെയാണ് ആരാധനയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നാം പഠിക്കുന്നത്. അതുകൊണ്ടിന്ന് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം അടുത്തു വരുമ്പോൾ നമുക്ക് വേണ്ടത്, ദൈവമേ, ഈ ആരാധനയിൽ ഏതെങ്കിലും അനുസരണക്കേടുണ്ടോ? ഇനിയും ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇനിയും ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഞാൻ വേറെ ആരെങ്കിലും വെച്ചിട്ടുണ്ടോ? ഇനിയും ദൈവത്തിൻ്റെ മുഖപ്രകാശമല്ലാതെ മറ്റെന്തെങ്കിലും എനിക്കുണ്ടോ? ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ എന്നിൽ ഉണ്ട് എങ്കിൽ അത് അന്യാരാധനയാണ്. അതിൽ ദൈവം പ്രസാദിക്കില്ല. അതുകൊണ്ടെന്ന് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പണത്തോടു കൂടി വന്ന് വിടുതലിനായിട്ട് അപേക്ഷിക്കുമ്പോൾ ദൈവം അതിൽ ശ്രദ്ധിക്കാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം കാൽവരിയിൽ കർത്താവ് അനുഭവിച്ച
ആ ത്യാഗത്തിൻ്റെയും വേദനയുടെയും അതിൽ കൂടി നമുക്ക് വന്ന രക്ഷയുടെയും ധ്യാനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ. ആ ഒരൊറ്റ ഓർമ്മ മതി. ആ ഒരു ഓർമ്മയുണ്ടെങ്കിൽ ദൈവം അവിടെ പ്രസാദിച്ചു കഴിയും. ദൈവത്തിന്റെ പ്രസാദം അവിടെ വന്നു കഴിയും. അതുകൊണ്ട് പലപ്പോഴും കാൽവരിയുടെ ദർശനം എന്ന് പറയുന്നതല്ലാതെ യഥാർത്ഥത്തിൽ കർത്താവ് കടന്നുപോയ വഴികൾ. ഞങ്ങളൊരിക്കൽ ഒരു സുവിശേഷവുമായി ഒരു സ്ഥലത്ത് ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ കർത്താവ് അനുഭവിച്ച വേദന എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത്, അതിനേക്കാൾ വേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 2 പ്രാവശ്യമാണോ 3 പ്രാവശ്യം മറ്റ് ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി മജ്ജ പുറത്തു വരികയോ അങ്ങനെയൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായതാണ്. താൻ അനുഭവിച്ച വേദന അതിവേദന. പക്ഷെ അവിടെ ഈ വേദന തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിച്ചില്ല. കാരണം അദ്ദേഹം അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ്. വേദന വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ഓരോരുത്തരുടെ അനുഭവം കൊണ്ട് നമ്മൾ ചോദിച്ചാലേ നമുക്ക് മനസ്സിലാവും. ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് അനസ്തേഷ്യ കൊടുക്കാൻ നിവൃത്തിയില്ല. പൂർണ്ണമായിട്ട് അത് കൊടുക്കാൻ നിവൃത്തിയില്ല. ഹാർട്ടിന് പ്രശ്നമുള്ളതാണ്. എന്തായിരുന്നാലും ചുരുക്കം പറയട്ടെ, പൂർണ്ണമായി അനസ്തേഷ്യ ഇല്ലാതെ ആ പ്രവൃത്തി ചെയ്യേണ്ടി വന്നു. ഓപ്പറേഷൻ നടത്തേണ്ടി വന്നു. അങ്ങനെ നടത്തിയപ്പോൾ ഞാൻ ചെന്നപ്പോൾ കണ്ടപ്പോൾ എന്നോട് പറയുകയാണ്, അതായത് പച്ചയ്ക്ക് ശരീരത്തിന് വേണ്ട വിധത്തിൽ ബോധം കെടുത്താതെ ആ കാര്യം അതങ്ങ് ചെയ്തപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് വേദന അങ്ങ് തുടങ്ങി അതങ്ങ് വർദ്ധിച്ച് ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്കും കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞത് സകലതും കത്തുകയാണ്. ആളി കത്തുന്ന തീ. അത്ര ഭയങ്കരമായ ഒരു അനുഭവമായിരുന്നു അത്. കാരണം ഈ മരിക്കുന്നതിന് ഒരു മടിയുമില്ല. ഈ വേദനയെ അനുഭവിച്ച് നോക്കുമ്പോൾ ഒരു പ്രയാസമില്ല മരിക്കാൻ. അതിനൊന്നും സമ്മതമാണ്, ഒക്കെയും സമ്മതം. അത്ര മാത്രം ഒരു അനുഭവം ഞാൻ കേൾക്കാനിടയായി. കാലിൻ്റെ ഇടുപ്പിന് ചെയ്തൊരു പ്രവൃത്തിയാണ്, ഒരു ഓപ്പറേഷനാണ്. നമ്മൾ മരവിപ്പിക്കുമ്പോഴും മയക്കുമ്പോഴും ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ അറിയില്ല. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന വേദന അതാർക്കും താങ്ങാൻ സാധിക്കാത്തതാണ്. ഇതൊക്കെയാണെങ്കിലും അവിടെയും മയക്കുമരുന്നുണ്ട്, അവിടെയും ബോധം കെടുത്തുന്നുണ്ട്. അതുപോലും ഇല്ലാതെ മുറിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അവിടെയാണ് കർത്താവിൻ്റെ ത്യാഗത്തെക്കുറിച്ചും കർത്താവ് അനുഭവിച്ച വേദനയെക്കുറിച്ചും ഒരു മനുഷ്യൻ പഠിച്ചിരിക്കേണ്ടത്. കാരണം ഒരു മനുഷ്യൻ കഴിക്കുന്ന അല്ലെങ്കിൽ അവനെ മയക്ക് മരുന്ന് കൊടുത്തും മരവിപ്പിച്ചും ചെയ്യുന്ന പ്രവൃത്തി പോലെ തന്നെ അവന് സുബോധത്തിൽ നിന്ന് മാറാൻ അവനിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് ലഹരി കൊടുക്കും. അതേപോലെ തന്നെയാണ് അന്യാത്മാവ് വ്യാപരിക്കും. അതേപോലെ തന്നെയാണ് ശരീരത്തിൽ പാപം വ്യാപരിക്കും. ഇത്രയും കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ ലോകത്തിലുള്ള ഇത്രയും കാര്യങ്ങളുള്ളവന്റെ വേദനയും കർത്താവിന്റെ വേദനയുമായിട്ട് താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല. കാരണം മനുഷ്യന്റെ ശരീരത്തിൽ പാപമുണ്ട്. അതുകൊണ്ട് അവൻ അനുഭവിക്കുന്ന വേദന പൂർണ്ണമായിട്ട് അവൻ അറിയില്ല.
ലഹരി ഉപയോഗിക്കുന്ന അവരുടെ കാര്യം നമ്മൾ വായിച്ചിട്ടുണ്ട്. അവർ എന്നെ അടിച്ചു, എനിക്ക് നൊന്തില്ല. കാരണം ലഹരിയാണ്. കുഷ്ഠരോഗം വന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവൻ്റെ ശരീരം മുറിച്ചാൽ അവനറിയില്ല. ഇങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഇത് ഏതെങ്കിലും ഇല്ലാത്തവരില്ല? ശരീരത്തിൽ പാപമില്ലാത്തവരുണ്ടോ? ശരീരം മരവിക്കാത്തവരുണ്ടോ? ഇല്ല. എല്ലാവരും പൂർണ്ണ സുബോധത്തോടെ അല്ല ഈ ലോകത്ത് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വേദന പൂർണ്ണമല്ല. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വേദനയോട് അത് കൂട്ടി ഉപമിക്കാൻ പാടുള്ളതല്ല. അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ മനുഷ്യൻ അനുഭവിക്കേണ്ടി വന്ന വേദനയെക്കുറിച്ച് ഒരല്പം ധ്യാനം മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവിടെ ദൈവത്തിന് ദൃഷ്ടിയുണ്ട്. അവിടെ ദൈവത്തിന് അതിനെക്കുറിച്ച് അറിവില്ലായ്മയാൽ ആ വേദനയുടെ ആഴത്തെക്കുറിച്ച് പഠിക്കായികയാൽ പല മനുഷ്യരും എല്ലാവരും അനുഭവിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് അനുഭവിച്ച അതിനെ ഒരു മൃഗങ്ങൾ കടിച്ചു കീർക്കുന്നു, തിന്നു. പലരും ചോദിക്കുന്നു, അതിലും വലിയ വേദനയാണോ? അറിയില്ല. യഥാർത്ഥത്തിൽ ഇത് അറിയില്ല. സുബോധമുള്ളവന്റെ വേദനയെന്ന് പറയുന്നത് അതാർക്കും ഉപമിക്കാൻ സാധിക്കാത്ത. ഈ ലോകത്തിൽ മനുഷ്യവംശത്തിൽ ആദാമ്യ പാപത്തിന് ശേഷം സുബോധമുള്ളവൻ ഒരുവൻ മാത്രം, കർത്താവായ യേശു. ആ യേശുവാണ്, ആ യേശുവിൻ്റെ ത്യാഗമാണ് ഇന്ന് നമ്മെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്, ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിനോട് താരതമ്യം ചെയ്യുമ്പോൾ ലോകത്തിലുള്ള ഒരു മനുഷ്യൻ്റെയും വേദനയോട് താരതമ്യം ചെയ്യാൻ പാടുള്ളതല്ല, അതിന് മതിയായതല്ല. കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മളിന്ന് ചിന്തിച്ച കാര്യം ഓർത്തുകൊള്ളണം. ആരാധനയിൽ അർപ്പണമുണ്ട്, അനുസരണമുണ്ട്, ധ്യാനമുണ്ട്, ബുദ്ധിയുണ്ട്. അതുപോലെ തന്നെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ആ ദൈവം തന്നെ ഇരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ വിവിധമായിട്ടുള്ള വശങ്ങളാണ് ആരാധനയ്ക്കുള്ളത്. വെറുതെ ഒന്നും ഒരാള് ഈ ലോകത്ത് നിന്ന് രക്ഷപ്പെട്ടു പോവില്ല. കർത്താവ് പറഞ്ഞു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാന്നോ? എൻ്റെ ജനത്തെ നീ വിട്ടയക്കണം എന്നെ ആരാധിപ്പാൻ. ശരി, എന്നിട്ടോ? ആരാധിക്കണം. ശരി, ആരാധിച്ചാലോ? ആരാധിച്ചാൽ ദൈവം അതിൽ സാക്ഷ്യം കൽപ്പിച്ചാൽ അവൻ്റെ പ്രാണൻ സംസാരിക്കും. പ്രാണൻ സംസാരിച്ചാൽ എന്താ കുഴപ്പം? പ്രാണൻ സംസാരിക്കാൻ, ദൈവം സാക്ഷ്യം കൽപ്പിച്ച് പ്രാണൻ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മേൽ ശത്രുവിന് അവകാശമില്ല. ഇസ്രായേൽ ജനത്തെ വിടുവിക്കാനായിട്ട് കർത്താവ് കൽപ്പിച്ചു, എന്നെ ആരാധിപ്പാൻ ജനത്തെ വിട്ടയക്കാന്ന് കൽപ്പിച്ചു. ഒടുവിൽ നിവൃത്തിയില്ലാതെ ശത്രു വിട്ടയച്ചു. പക്ഷേ അങ്ങനെ പൂർണ്ണമായിട്ടും വിട്ടിട്ടില്ലായിരുന്നു, പുറകെ ഉണ്ടായിരുന്നു. ഒടുവിൽ അവരെല്ലാവരെയും ആ യുദ്ധപ്രാപ്തരായി പോയിട്ടുള്ള കാലേബ് ഒഴികെ മറ്റ് സകലത്തിനെയും ആ മരുഭൂമിയിൽ വീഴിച്ചു കളഞ്ഞു. കനാൻ ദേശത്ത് എത്തിക്കാൻ സമ്മതിച്ചില്ല. കനാൻ ദേശത്ത് അവകാശം പ്രാപിക്കാൻ സമ്മതിച്ചില്ല. മരുഭൂമിയിൽ വീഴിച്ചു കളഞ്ഞു. കാരണം ആരാധിക്കാനാണ് വിളിച്ച് വേർതിരിച്ചത്, ഫറവോന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചത്. പക്ഷെ അവരാരാധിച്ചില്ല. ആരാധിച്ച് സാക്ഷ്യം പ്രാപിച്ചിരുന്നെങ്കിൽ കനാൻ ദേശത്തെത്തുമായിരുന്നു. കനാൻ ദേശത്തെത്തി അവകാശം പ്രാപിക്കുമായിരുന്നു. അതുണ്ടായില്ല. അപ്പോ മിസ്രൈമിൽ വെച്ച് ജയിച്ചു, ഫറവോന്റെ അധീനത്തിൽ നിന്ന് വിടുവിച്ചു. പക്ഷെ മരുഭൂമിയിൽ ജയിച്ചില്ല. ഇന്ന് ദൈവത്തിന്റെ സഭയായിട്ട് കൂടി വരുന്ന
വലിയൊരു കൂട്ടം ജനത്തിന്റെ പ്രശ്നമാണത്. ഒന്നാം ഘട്ടം ജയിച്ചു. ലോകത്തു നിന്ന് കർത്താവ് തന്റെ രക്തത്താൽ വിടുവിച്ചു. അതിൽ ലോകത്തെ ജയിച്ചു. എന്നാൽ രണ്ടാം ഘട്ടത്തിൽ പരാജയമാണ്. ഇന്നും ആരാധന എന്തെന്ന് അറിവില്ല. ഇന്നും ആരാധനയിൽ കൂടി പ്രാപിക്കേണ്ടെന്നത് പ്രാപിക്കാൻ സാധിക്കുന്നില്ല. നീതിമാനായ ദൈവമോ തൻ്റെ ജനത്തെ ആരാധനയിൽ കൂടി വിടുവിപ്പാൻ ഇന്നും ആരാധനയ്ക്ക് കൂട്ടുവരുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ പ്രവൃത്തി നമ്മിൽ പൂർത്തിയാകുവാനും ആരാധനയിൽ കൂടി സാക്ഷ്യം പ്രാപിപ്പാനും ആ സാക്ഷ്യം ശത്രുവിന് മനുഷ്യന്റെ മേൽ നിന്നുള്ള സകലാധികാരവും ഇല്ലാതാകുന്ന ഒരു നിമിഷമായി പരിണമിപ്പാനും ഇടവരുമാറാകട്ടെ. ഇസ്രായേൽ ഗോത്രം 12 രാപ്പകൽ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ശ്രമിച്ച പ്രത്യാശ ഹേതുവായിട്ടാവുന്നു ഞാൻ ചങ്ങലയിലായിരിക്കുന്നതെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. ഒറ്റ ലക്ഷ്യം മാത്രം, ദൈവത്തിന്റെ ജനത്തിന് ഒറ്റ ലക്ഷ്യം മാത്രം, ആരാധന. അതിൻ്റെ ഭാഗങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനം ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിൽ അങ്ങനെ സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കാൽ അവർ ഇടറി വീഴുവാൻ ഇടയായിത്തീരും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകും. സ്വന്തം നാവ് വിരോധം. ഒരിക്കൽ ഒരു കുറ്റവാളി ചോദിച്ചിട്ട് ഒരു കാര്യം പറയുന്നില്ല. അപ്പൊ അന്ന് ഉണ്ടായിരുന്ന ആ ഉദ്യോഗസ്ഥൻ അവരുടെ വീട്ടിലേക്ക് വിളിപ്പിച്ചതിന് ശേഷം, അന്വേഷണ ഉദ്യോഗസ്ഥൻ വിളിപ്പിച്ചതിന് ശേഷം അവിടെ ഒരു കൊച്ചുണ്ടായിരുന്നു, ഒരു കുട്ടി. ആ കുട്ടിയോട് ആ ഭവനത്തില് ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. പതുക്കെ സ്നേഹത്തോടെ മിഠായിയൊക്കെ മേടിച്ചു കൊടുത്ത് സ്നേഹത്തോടു കൂടി മോനെ എന്താ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ മറ്റവരെയൊക്കെ മാറ്റി നിർത്തിയതിന് ശേഷം സ്നേഹത്തോടെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിയുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ അതിൽ നിന്ന് ആ വലിയൊരു കേസ് തെളിയാനിടയായിത്തീർന്നു. അപ്പൊ അയാൾ പറഞ്ഞില്ല, അയാളുടെ ഭാര്യയും പറഞ്ഞില്ല, വേറെ ആരും പറയില്ല. ആ കൊച്ചു പറഞ്ഞു. കാരണം നമ്മൾ പറയും പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്നത് പോലെ ആ കൊച്ചത് പറഞ്ഞു. നമ്മളിപ്പോഴത്തെ പറഞ്ഞതിൻ്റെ കാരണം ദൈവം മനുഷ്യ വംശത്തിന് കൊടുത്തിരിക്കുന്ന ഏറ്റവും ഭയങ്കരമായ ഒരു അവയവമാണ് നാവ്. ഈ നാവിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് വിവിധമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ പഠിച്ചിട്ടില്ല. ഒരംശം പോലും പഠിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ വായിൽ നിന്ന് ഒരു മനുഷ്യനിൽ നിന്ന് എങ്ങനെയൊക്കെ ശബ്ദം പുറപ്പെടും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലും അറിയില്ല. വചനം പറയുന്നത് വിഗ്രഹങ്ങൾ തൊണ്ട കൊണ്ട് സംസാരിക്കുന്നില്ല. അപ്പൊ തൊണ്ട കൊണ്ടുള്ള സംസാരമുണ്ട്. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾക്കാനില്ലായിരുന്നു. അപ്പൊ അധരം കൊണ്ട് സംസാരിക്കും. നീതിമാന്റെ വായ ജ്ഞാനം സംസാരിക്കുന്നു. അപ്പൊ വായ കൊണ്ട് സംസാരിക്കും. നീതിമാന്റെ നാവ് ന്യായം സംസാരിക്കുന്നു. അപ്പൊ നാവ് കൊണ്ട് സംസാരിക്കും. അപ്പൊ സംസാരം ഒരു മനുഷ്യനിൽ നിന്ന് പുറത്തു വരാൻ ഒരു മാർഗമല്ല. എല്ലാവരും പൊതുവെ ഞാൻ എൻ്റെ നാവ് കൊണ്ട് സംസാരിച്ച്, എൻ്റെ വായ കൊണ്ട് സംസാരിച്ച് ഇതൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല. ഇതിന് ഓരോന്നിനും പുറപ്പെട്ടു വരുന്ന ഒരിടമുണ്ട്. ഹൃദയം കൊണ്ട് സംസാരിക്കുന്നത് അധരത്തിൽ നിന്ന് വരും.
മനുഷ്യാത്മാവ് കൊണ്ട് സംസാരിക്കുന്നത് വായിൽ കൂടി വരും. ബാധിക്കുന്ന ആത്മാവ് കൊണ്ട് സംസാരിക്കുന്നത് നാവിൽ കൂടി വരും. മുഴു ആത്മാവും ഏകാഗ്രതയോടുകൂടി സംസാരിക്കുന്നത് അവൻ്റെ തൊണ്ടയിൽ നിന്ന് പുറപ്പെട്ടു വരും. അപ്പോൾ ഇതില് ഇങ്ങനെ മനുഷ്യന്റെ സംസാരത്തിന് വിവിധമായിട്ടുള്ള മാർഗങ്ങൾ ഉണ്ട്. അത് വിശദമായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് നാവ് കൊണ്ട് സംസാരിക്കുക. നാവെന്ന് പറയുന്നത് എന്താ? കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ആദ്യം നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു ഭവനം ഒരു കേസിലകപ്പെട്ടു. എന്ത് ചെയ്തിട്ടും കേസ് തെളിയുന്നില്ല. അങ്ങനെ തെളിയാതെ വന്നപ്പോൾ അവിടെ ഒരു കുഞ്ഞിനെ വിളിച്ച് ആ നിഷ്കളങ്കമായ കുട്ടിയോട് കാര്യം ചോദിച്ചു കഴിഞ്ഞ് ആ ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കി കാര്യങ്ങൾ എടുത്തു. ഇതുപോലെ ഒരു മനുഷ്യനെ വിളിച്ചാൽ ലോകത്തിന്റെ സംവിധാനം തന്നെ അതാണ്. ഒരു കള്ളനാകട്ടെ കുറ്റവാളിയാകട്ടെ അവനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു തെളിവുമില്ല. എന്ത് ചെയ്യും? യാതൊരു തെളിവുമില്ല. എന്നാൽ നമ്മൾ ആ പറഞ്ഞതുപോലെ ആ ഭവനത്തിൽ നിന്ന് ആ കുഞ്ഞിനോട് ചോദിച്ചതുപോലെ അവനോട് കൂടി ദൈവം കൊടുത്തിട്ടുണ്ട്, ഒരു നാവ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ വരും, വന്നേ പറ്റൂ. കാരണം ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ, നാവ് കൊണ്ട് സംസാരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഗ്രഹിച്ചെടുക്കാൻ കഴിവുള്ളവനറിയാം സത്യാവസ്ഥ എന്താന്ന്. അടങ്ങിയിരിക്കാൻ പറ്റില്ല. അത് മനുഷ്യവംശത്തിന് ദൈവം കൊടുത്തിട്ടുള്ള പ്രത്യേകതയാണത്. ബേഥേലിൽ നിന്നേക്ക് വന്ന ഒരു പ്രവാചകൻ, യഹൂദയിൽ നിന്നുള്ളൊരു പ്രവാചകൻ യെരബയാമിനോട് പ്രവചനമൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചു പോയപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ്, നീ പോയ വഴി തിരിച്ചു വരരുത്, പോകുന്ന വഴി ഭക്ഷണം വെള്ളം കുടിച്ചു പോകരുത്. ഇതെല്ലാം പറഞ്ഞു പോയതാ, സമ്മതിച്ചു പോയതാ. അന്നേരം വേറൊരു പ്രവാചകൻ എഴുന്നേറ്റ് വരും. വന്ന് എൻ്റെ വീട്ടിൽ വന്ന് അല്പം വെള്ളവും ഭക്ഷണം കഴിച്ചിട്ട് പോവാം. അപ്പോ ആ പ്രവാചകൻ പറഞ്ഞു, അയ്യോ അങ്ങനെ വരാൻ പാടില്ല, എന്നോട് കർത്താവ് പറഞ്ഞാ വിട്ടിരിക്കുന്നത് നീ പോകുന്ന വഴിക്ക് തിരിച്ചു വരരുത്, പോകുന്ന വഴിക്ക് വെള്ളമോ ഭക്ഷണമോ ഒന്നും കഴിച്ചു പോകരുത് എന്ന് പറഞ്ഞാ വിട്ടിരിക്കുന്നത്. അപ്പൊ മറ്റവൻ പറഞ്ഞു, ഞാനും നിന്നെപ്പോലെ പ്രവാചകൻ തന്നെയാണ്, നീ ഇപ്പൊ അത്ര വലിയ കാര്യങ്ങളൊന്നും പറയണ്ട, എന്നോട് എൻ്റെ കർത്താവാ പറഞ്ഞത്, നീ ചെന്ന് അവനെ വീട്ടിൽ വിളിച്ചുകൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കാനായിട്ട് പറഞ്ഞതാ. പെട്ടെന്ന് ചഞ്ചലിച്ചു പോയി. ആ മനുഷ്യൻ ഇത് ശരിയാണെന്ന് വിചാരിച്ച് ആ പ്രവാചകൻ ഈ ഭോഷ്ക് പറഞ്ഞ പ്രവാചകന്റെ കൂടെ പോയി. അവിടെ ചെന്ന് ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ എല്ലാവരും കൊണ്ട് ഭക്ഷണം എടുത്ത് ഭക്ഷിക്കുമ്പോൾ ഭോഷ്ക് പറഞ്ഞ പ്രവാചകന്റെ മേൽ ആത്മാവ് വന്നു. അവൻ നാവെടുത്ത് സംസാരിച്ചു, നീ ഇത് ചെയ്തതുകൊണ്ട്, വഞ്ചിച്ച പ്രവാചകൻ തന്നെ അവന്റെ നാവ് കൊണ്ട് ദൈവാത്മാവ് പറയുകയാണ്, നീ ഇത് ചെയ്തതുകൊണ്ട് നിന്റെ ശവം പിതാക്കന്മാരുടെ കല്ലറയിൽ വരില്ല. അവനോട് ചില കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ സാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാവ് കൊണ്ട് ദൈവം പറയിക്കും. കാരണം അത് ദൈവം മനുഷ്യ വംശത്തിന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. അപ്പോ നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ, ദൈവമേ, ഈ ലോകം മുഴുവനും മനുഷ്യരുണ്ട്. ഇതില് കുറ്റവാളി ആരാ? നീതിമാൻ ആരാ? നീതിമാൻ? ആരാണ് കുറ്റവാളി? ആരാണ് കള്ളൻ? ആരാണ് ന്യായം ചെയ്യുന്നവൻ? ഒന്നും ചെയ്യണ്ട, ദൈവത്തിനറിയാം. ചോദ്യം ചെയ്യുക എന്ന് പറയും. നമ്മൾ കണ്ടിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്യുന്നു. ഇതുപോലൊരു മനുഷ്യനോട് ചോദ്യം ചെയ്യുമ്പോൾ തന്നെ വരും
വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമേ ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു ഭവനത്തിൽ അന്വേഷണം വന്നപ്പോൾ ആ ഭവനത്തിലെ കുടുംബനാഥനും ആ ഭവനത്തിനും വിരോധമായിട്ട് പറഞ്ഞതാരാന്നറിയോ? ആ വീട്ടിലെ കൊച്ചു തന്നെയാണ്. ഇതുപോലെ തന്നെ ഞാൻ എത്ര ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞാലും, ഞാൻ എത്ര നീതിമാനാണെന്ന് പറഞ്ഞാലും, സത്യാവസ്ഥ എന്താണെന്ന് എൻ്റെ നാവ് കൊണ്ട് തന്നെ പുറത്ത് പറയിക്കും. അതിനുള്ള സംവിധാനമാണ് മനുഷ്യവംശത്തിന് ദൈവം ചെയ്തിട്ടുള്ളത്. അത് മാത്രം തടുത്തു വയ്ക്കാൻ പറ്റില്ല. അധരം കൊണ്ട് പറയുന്നത് വരെ മാറ്റാം, വായ കൊണ്ട് പറയുന്നതിന് മാറ്റം വരാം, തൊണ്ട കൊണ്ട് പറയുന്നതിന് മാറ്റം വരാം. പക്ഷേ നാവ് കൊണ്ട് പറയുന്നതിന് അത് യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് അതിൽ നിന്ന് അറിഞ്ഞെടുക്കാൻ സാധിക്കും. ഇങ്ങനെ വരുമ്പോൾ അതുകൊണ്ടാണ് അതിനും പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആ കുടുംബത്തിന് വിരോധമായി തീർന്നത് ആ വീട്ടിലെ കൊച്ചാണ്. ആ കൊച്ചിനെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ തിരഞ്ഞു പിടിച്ച് കൊണ്ടുവന്ന് സത്യം അറിഞ്ഞെടുത്തത്. ഇതുപോലെ തന്നെയാണ് മനുഷ്യന് വിരോധമാണ് അവൻ്റെ നാവ്. ആർക്ക് കുറ്റവാളിയാണോ, പാപിയാണോ? പാപിയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, അവൻ്റെ നാവ് അവന് വിരോധമായിരിക്കും. അത് ദൈവം വെച്ചിരിക്കുന്ന സംവിധാനമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു മനുഷ്യൻ നടക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ഏത് കാര്യത്തിലും ഒരു വളവ് പറഞ്ഞാൽ മതി, ഒരു തെറ്റ് ചെയ്താൽ മതി, അപ്പോൾ ഓർത്തുകൊള്ളണം, എന്നോട് കൂടെ നടക്കുന്ന എൻ്റെ വായിൽ കിടക്കുന്ന നാവ് നാളെ എനിക്ക് പക്ഷം നിൽക്കില്ല. ഞാൻ അതിനെ നിർബന്ധിച്ച് എൻ്റെ വഴിക്ക് കൊണ്ടുവന്നാലും ഒടുവിൽ അത് സത്യം പറയും. ഊരിയാവിനെ കൊന്ന് അവൻ്റെ ഭാര്യ എടുത്തു സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. ഊരിയാവ് മരിച്ചെന്ന് വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ അയ്യോ അതിൽ വിഷമം തോന്നരുത്. വാളാണ്, യുദ്ധമാണ്, ഒരു വശത്ത് മാത്രമേ നാശം വരാവൂ എന്ന് നമ്മൾ നിർബന്ധിക്കുന്നത് ശരിയല്ല. അവിടെ ഇവിടെയും നാശം ചെയ്യും. അതുകൊണ്ട് അതിനകത്ത് ഒട്ടും വിഷമിക്കണ്ട. ഒരു നീതിമാനായ ഒരു മനുഷ്യനെ കൊന്നതിന് ശേഷം ഇരുന്ന് പറയുന്നത് ന്യായമാണ്. ഒന്നും പറയണ്ട, ധൈര്യപ്പെട്ടിരിക്കാൻ പറ. ആരോട്? യോവാബിനോട്. ഊരിയാവ് മരിച്ചെങ്കിൽ സാരമില്ല, അത് സംഭവിക്കാനുള്ള കാര്യങ്ങളാ. ഇപ്പം ഞാനാണെങ്കിൽ തന്നെ മരിക്കേണ്ടതല്ലേ. പക്ഷേ ഒരു കാര്യം മറന്നുപോയി. ദൈവമേ, ഈ ശരീരത്തിൽ എൻ്റെ ബാക്കി എല്ലാവരെയും കൊണ്ടും സമ്മതിപ്പിക്കാം. ഊരിയാവിനെ കൊണ്ട് വേണമെങ്കിൽ സമ്മതിപ്പിക്കാം, ഊരിയാവിൻ്റെ ഭാര്യയെ കൊണ്ട് സമ്മതിപ്പിക്കാം, ലോകത്തിൽ ആരെ കൊണ്ട് വേണമെങ്കിലും സമ്മതിപ്പിക്കാം. പക്ഷെ സമ്മതിക്കാത്ത ഒരാളുണ്ട്. അതെൻ്റെ വായിൽ കിടക്കുകയാണ്, അതെൻ്റെ വായിലുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നീതിമാന്റെ നാവ് മേത്തരമായ വെള്ളി. എനിക്ക് ഈ ലോകത്ത് ആരെയും സപ്പോർട്ട് വേണ്ടെന്ന്. ഭക്തനാണെങ്കിൽ, ദൈവഭക്തനാണെങ്കിൽ, എനിക്ക് ഈ ലോകത്തിൽ ഒരു പ്രധാനമന്ത്രിയുടെ, പ്രസിഡന്റിന്റെ, പോലീസുകാരുടെ, ഉദ്യോഗസ്ഥന്മാരുടെ ആരുടെയും സപ്പോർട്ട് വേണ്ട. ആരുടെയും. മേത്തരമായ വെള്ളിയായി എൻ്റെ നാവ് എൻ്റെ വായിലുണ്ടെങ്കിൽ ഞാൻ തീർന്നു പോകാൻ, പരാജയപ്പെട്ടു പോകാൻ എൻ്റെ ദൈവം സമ്മതിക്കില്ല. എൻ്റെ ദൈവം അതിന് സമ്മതിക്കില്ല. ആർക്കും യോബ് പറയുന്നതാണ്. എന്താണ്? എൻ്റെ വായില് സംസാരിക്കുന്ന ആരെന്നറിയോ? എൻ്റെ നാവ് സംസാരിക്കുക. വല്ലവൻ്റെ നാവല്ല സംസാരിക്കുന്നത്. ഒരിക്കലും ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ പറഞ്ഞുകൊണ്ട് കൊടുക്കുക, അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ആ വാട്ടർ ടാങ്കിന് തീ പിടിച്ചെന്ന് പരിഹസിച്ചത് ആരോ. ഇത് പറഞ്ഞുകൊണ്ട് കൊടുക്കുക. വചനം പറയുന്നത് വ്യാജ വർത്തമാനം പരത്തരുത്.
71 സങ്കീർത്തനം പറയുന്നത് അവരുടെ നാവ് ഭൂമിയിലൊക്കെയും സഞ്ചരിക്കുന്നു. ഈ സഞ്ചരിച്ച് നടക്കുന്ന നാവുണ്ട്. ഈ സഞ്ചരിച്ച് നടക്കുന്ന നാവ് അകത്ത് കയറും, മനുഷ്യനെ സ്വാധീനിക്കും. അതുകൊണ്ടാണ് നാവ് കൊണ്ട് ഒരു മനുഷ്യൻ്റെ ഞാൻ എൻ്റെ നാവ് ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. വേറൊരുത്തൻ്റെ നാവ് എൻ്റെ വായിൽ കിടക്കാൻ പാടില്ല. കാരണം ഇത് ഞാൻ എങ്ങനെ സൂക്ഷിക്കുന്നതെന്നറിയാമോ? എങ്ങനെ സൂക്ഷിക്കേണ്ടതെന്നറിയാമോ? കാരണം ഒരു ദൈവഭക്തൻ്റെ ഇയ്യോബിൻ്റെ ജീവിതത്തെ ചെയ്ത് നോക്ക്. അവൻ്റെ ധനം എന്താ? ഒന്ന് ചിന്തിച്ചു നോക്കി. ആടുമാടുകൾ പോയി, 10 മക്കൾ മരിച്ചു, കുടുംബമില്ല, സ്നേഹിതർ വിട്ടുമാറി, സ്വന്തം ഭാര്യ തള്ളിപ്പറഞ്ഞു പോയി, കുഞ്ഞുങ്ങൾ വരെ എതിർത്തു പറഞ്ഞു. ഈ ലോകത്തിൽ ഉടുതുണിക്ക് മറുതുണി ഇല്ല എന്നുള്ള നിലയിൽ ആയിരിക്കുകയാണ്. പക്ഷേ കർത്താവിന്റെ ജീവിതത്തിൽ ഇന്നും അടിസ്ഥാനപരമായിട്ടൊരു ധനം, അടിസ്ഥാനപരമായിട്ട് തനിക്കൊരു സമ്പത്ത് ഉണ്ട്. അത് ഏതാണ്? തൻ്റെ നാവ്. തൻ്റെ നാവ് പരിശോധിച്ചോട്ടെ, പരിശോധിച്ചോട്ടെ. എൻ്റെ നാവ് എനിക്ക് വിരോധമല്ല. ആർക്ക് പറയാൻ കഴിയും? ഇന്ന് വരെ എൻ്റെ നാവ് എനിക്ക് വിരോധമല്ലെന്ന് പുറത്തേക്കൊന്നും പോകണ്ട. എവിടെ പുറത്തേക്ക് പോകുന്നത്? പെന്തക്കോസ്തുകാരുടെ സഭയിൽ അതിൽ ശ്രേഷ്ഠതയിൽ നിൽക്കുന്ന ജീവിതങ്ങളോട് തന്നെ ചോദിക്കാം, നിന്റെ നാവ് നിനക്ക് അനുകൂലമാണോ? പാപത്തിന് ശേഷം എൻ്റെ നാവ് എനിക്ക് അനുകൂലമെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? ഹവ്വയോട് ചോദിച്ചു, എന്തായി? കർത്താവെ, ഞാൻ കർത്താവിനെ അവിശ്വസിച്ചു, ശത്രുവിന് പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു, തെറ്റിപ്പോയി കർത്താവെ എന്നാണ് പറഞ്ഞത്. പാമ്പ് എന്നെ ചതിച്ചു. തൻ്റെ തെറ്റ് മറച്ചു. അടുത്തൊരു ചോദ്യം ചോദിച്ചാൽ മതി, ഈ പാമ്പ് നിന്നെ ചതിച്ചെങ്കിൽ നിന്നെ പാമ്പ് ചതിക്കാൻ തക്കണോ അല്ല ഉണ്ടാക്കിയത്? പിന്നെ എന്നെ സംഭവിച്ചേ? പറഞ്ഞ് അവസാനം അവളുടെ കൊണ്ട് തന്നെ പറയിക്കും, കർത്താവിനെ ഞാൻ അവിശ്വസിച്ചു, കർത്താവ് പറഞ്ഞത് കർത്താവിനെ ഞാൻ അസത്യവാദിയാക്കി, കർത്താവിനെ ഞാൻ കള്ളനാക്കി എന്ന് അവളുടെ കൊണ്ട് പറയും. അവളുടെ നാവ് അവൾക്ക് വിരോധമാണ്. അടുത്തത് തിരിഞ്ഞ്, ആദമേ നീ എന്താ ചെയ്തേ? അയ്യോ കർത്താവെ, തെറ്റിപ്പോയി. അതാണോ പറഞ്ഞേ? അല്ല, അതല്ല പറഞ്ഞത്. നീ എന്നോടുകൂടി ഇരിപ്പാൻ തന്നിട്ടുള്ള സ്ത്രീ പറിച്ചു തന്നു, ഞാൻ തിന്നും പോയി. കുറ്റമാരുടേത്? കർത്താവിനറിയാം. വിസ്തരിച്ചു കഴിഞ്ഞാൽ ആദാമിൻ്റെ നാവ് ആദാമിന് വിരോധമാണ്. ദൈവമേ, പഠിക്കണം. ദൈവത്തിൻ്റെ സത്യവചനം പഠിക്കണം. കർത്താവെ, നാവ് വിരോധമല്ലാത്ത ഒരു ഭക്തനെ എനിക്കൊന്ന് കാണണമല്ലോ. സ്വന്തം നാവ് വിരോധമല്ലാത്ത ഒരു ഭക്തനെ നമ്മൾ പെട്ടെന്ന് ഓർക്കുമ്പോൾ പലരുടെ ഓർമ്മ വരും. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നൊക്കെ ഓർമ്മ വരും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. സൂക്ഷ്മതയോടെ പരിശോധിച്ച് ചെല്ലുമ്പോൾ അറിയാം, അങ്ങനെ ഒരുവനുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവന് വേറൊരു സമ്പത്ത് വേണ്ട. വേറൊരു സമ്പത്ത് സൈന്യൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എന്താണെന്നറിയാമോ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശരീരം നോക്കിക്കഴിഞ്ഞാൽ ക്ഷീണിച്ചിരിക്കുകയാണ്, ക്ഷയിച്ചിരിക്കുകയാണ്, വൈരൂപ്യപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് ആശ്രയം ഒന്നുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ എനിക്ക് ശത്രുവല്ലാത്ത, എന്നെ സഹായിക്കുന്ന, എനിക്ക് മിത്രമായ, എനിക്ക് കീഴടങ്ങുന്ന, എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു നാവ് എൻ്റെ വായിലുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ആരെല്ലാം എതിര് വന്നോ, ഏതെല്ലാം എനിക്ക് ഉപദ്രവം വന്നോ, എനിക്ക് ഭയമില്ല. പക്ഷെ ആരുണ്ട്? ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കാം,
കർത്താവ് പറഞ്ഞു, ഞാൻ അവരെ വീണ്ടെടുക്കാൻ വിചാരിച്ചിട്ടും അവർ എന്നോട് നേരെ സംസാരിക്കുന്നു, പോൾക്ക് പറയുന്നു. ശരി, അവൻ ഈ കുറെ നാളായി ഇതിൽ കിടന്നുകൊണ്ട് ഈ കിടന്ന് വിഷമിക്കുന്നു. അവനെ ഞാൻ എടുത്തോണ്ട് വരാം. ചെന്നിച്ച് എന്തായി? അയ്യോ, ഞാൻ അവരെ വീണ്ടെടുക്കാൻ വിചാരിച്ചിട്ട് അവർ എന്നോട് പോൾക്ക് പറയുന്നു. ഇനി മറ്റൊരു സ്ഥലത്ത് കർത്താവ് പറയാം, ഞാൻ ശ്രദ്ധ വെച്ച് കേട്ടു. ഓക്കെ, നേര് സംസാരിച്ചില്ല, ഞാൻ ശ്രദ്ധ വെച്ച് കേട്ടു. കർത്താവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സഹായം വരുമ്പോഴേക്കും അവന്റെ അവന്റെ നാവ് തന്നെയാ പറയണേ, വേണ്ട, ഈ ആള് ശരിയല്ല, ഈ ആള് ശരിയല്ല. കർത്താവ് സ്തോത്രം. ദൈവം നോക്കി. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ വിധിക്കായി കാത്തിരിക്കുന്നതുകൊണ്ട്, ദൈവമേ നിന്റെ വിധിക്കായി ഞാൻ കാത്തിരിക്കുന്നതുകൊണ്ട് സത്യത്തിന്റെ വചനം എൻ്റെ വായിൽ നിന്ന് നീക്കിക്കളയരുതേ. കാരണം ദൈവം വിധിച്ച് എന്നെ കുഴിയിൽ നിന്ന് കയറ്റാൻ വരുമ്പോഴത്തേക്കും നിന്റെ പേരെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കയറ്റാൻ പോവാ കുഴിയിൽ നിന്ന്. എന്താ പറഞ്ഞെന്നറിയാവോ? നിന്റെ പേരെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിന്റെ ആദ്യാതൻ, നുണ പറയുന്ന ഒരു പ്രത്യേകതയുണ്ടേ, വെച്ച് കെട്ടി പറയും. നിന്റെ പേരെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യാതൻ ഏശാവ്, ആദ്യജാതൻ ഏശാവ്. ഇവനെ വീണ്ടെടുക്കാനായിട്ട് അവസാനമായിട്ട് വന്നിരിക്കുക. ഒരുപാട് തെറ്റ് ചെയ്തതാ, എന്തോ ആവട്ടെ, ഇനിയെങ്കിലും നേരെ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവസാനം വന്ന് നോക്കി, അവസാനത്തെ ചാൻസാണ്. നിന്റെ പേരെന്താ? നീ നേരം വെളുക്കുന്ന പോലും മല്ല് പിടിച്ചല്ലോ, ഈ ഭയങ്കര മല്ല് പിടുത്താ, അനുഗ്രഹം വേണമെന്ന് പറഞ്ഞ് കരച്ചില്ല. നിന്റെ പേരെന്താ? തെറ്റിപ്പോയി. എന്റെ പേര് യാക്കോബ് എന്ന്. തീർന്ന്. നീ പണ്ട് അങ്ങനെ പറഞ്ഞതല്ലേ, നിനക്ക് അങ്ങനെ വേണോടാ? നീ ശവിക്കപ്പെട്ടവനാവോ? ഒന്നുമില്ല, തീർന്നു. കാരണം ഇന്ന് യാക്കോബിന്റെ നാവ് യാക്കോബിന് അനുകൂലമാണ്. യാക്കോബിന്റെ നാവ് യാക്കോബിനെ കുറ്റം വിധിക്കുന്നില്ല. അത് മതി, ദൈവത്തിന് അത് മതി. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സത്യസന്ധത അവരുടെ വായിൽ നിന്ന്, ഒരു വാക്യമുണ്ട്, ഒരു സത്യസന്ധത അവരുടെ വായിൽ നിന്ന് മുടിഞ്ഞു പോയിരിക്കുന്നു. ഒരു വീട്, കേടുവന്ന വീടുണ്ട്, ഇടിഞ്ഞ വീടുണ്ട്, തകർന്ന വീടുണ്ട്, മുടിഞ്ഞ വീടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. മുടിഞ്ഞ വീട്, ആ വീട് എല്ലാ ഭിത്തികളും ഇടിഞ്ഞ് നിലം പൊത്തി ഓടൊക്കെ പൊട്ടി താഴ്ത്തുകൊണ്ട് കഴുക്കോലൊക്കെ ദ്രവിച്ചില്ലാതെയായി മൺപുറ്റായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം. അതിനകത്തുനിന്ന് മുള്ളും പറക്കാരെയൊക്കെ മുളച്ചു നിൽക്കുന്നുണ്ട്. അപ്പോ അതിലെ പോയൊരു ഇതിങ്ങനെ മുടിഞ്ഞു പോയല്ലോ ദൈവം. ഇടിഞ്ഞ വീടുണ്ട്, പൊട്ടിയ വീടുണ്ട്, തകർന്ന പല വീടുണ്ട്. മുടിഞ്ഞു പോയ വീട് എന്ന് പറയുന്നത് പോലെ നാവിലേക്ക് നോക്കുമ്പോൾ ഒരിക്കലും ഇവനെ യാതൊരു തരത്തിലും സഹായിക്കാതെ ഇവന് ശത്രുവായിരിക്കുക. സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തിൽ നിന്നും നന്മ അനുഭവിക്കാൻ, ദൈവീക നന്മ അനുഗ്രഹമായിട്ട് അപ്പൻ അനുഗ്രഹിക്കും, ശരിയാ, അപ്പൻ അനുഗ്രഹിച്ചായിരിക്കും. സമ്പത്ത് കിട്ടിയായിരിക്കും, ശരിയാ. ജ്യേഷ്ഠാവകാശം കിട്ടി, ശരി, എല്ലാം ശരിയാ, എല്ലാം സമ്മതിച്ചല്ലോ. അപ്പൊ എല്ലാം നിനക്ക് എന്താ കുറവ്? ഒരു കുറവില്ല. ഭാര്യമാരുണ്ട്, കുട്ടികളുണ്ട്, സമ്പത്തുണ്ട്, വേലക്കാരുണ്ട്, നിനക്കത് ഒന്നിനും കുറവില്ലല്ലോ. പക്ഷെ യാക്കോബിനറിയാം, കിട്ടേണ്ട ഇടത്തുനിന്ന് അംഗീകാരം ഇതുവരെയും കിട്ടിയിട്ടില്ല. അത് അംഗീകാരം കിട്ടണമെങ്കിൽ കർത്താവ് വന്ന് പരിശോധിക്കുന്നത്, ഇവൻ എന്തൊരു പൊക്കമുണ്ട്, എത്ര കിലോ തൂക്കമുണ്ട്,
എന്നെ ഷർട്ട ഇട്ടേക്കണേ, ഏത് ഇതാണ് ഇതൊന്നും അല്ല കർത്താവ് നോക്കുന്നത്. എന്നാ നോക്കുന്നത് ഇപ്പം നാവ് അവന് വിരോധമാണെന്നുള്ളതാണ്. ചോദിച്ചു നോക്കി, ചോദിച്ചു, എന്നെ വിടുക, എനിക്ക് പോണം. വിടൂല. നീ എന്നെ അനുഗ്രഹിച്ചിട്ടില്ല, അത് ഞാൻ നിന്നെ വിടുകയില്ല. ഒടുവിൽ ചോദ്യം, നിന്റെ പേരെന്താ? നിന്റെ പേരെന്താ? എൻ്റെ പേര് യാക്കോബ്. അപ്പനോട് പറഞ്ഞത് യേശാവെന്ന്. എൻ്റെ പേര് യാക്കോബ്. ശരി, സമ്മതിച്ചു. ഇത് നേരത്തെ പറയാറില്ല. ഈ കാര്യം ദൈവം അംഗീകരിച്ചു. കാരണം ഇന്ന് യാക്കോബിന്റെ നാവ് യാക്കോബിന് അനുകൂലമാണ്. കർത്താവിന് സ്തോത്രം. സത്യസന്ധത വായിൽ നിന്ന് മുടിഞ്ഞു പോകരുത്. ഒരു പക്ഷേ ഈ സമയത്ത് തോന്നാം, എങ്ങനെ ഞാൻ മുമ്പ് തെറ്റിപ്പോയി, ഇന്ന് ഞാൻ യേശാവ് എന്ന് പറഞ്ഞാണ് ഞാൻ അനുഗ്രഹം മേടിച്ചിരിക്കുന്നത്, ഇന്ന് ഞാൻ യാക്കോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹം പോവോ? പല ചിന്തകളും വരാം. അപ്പൊ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, അന്ന് പറഞ്ഞത് അങ്ങ് ഉറപ്പിച്ച് പറയാം, ഇന്ന് എൻ്റെ പേര് യേശാവ് എന്നങ്ങ് പറയാം. അങ്ങനെ പറയുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സത്യസന്ധത അവരുടെ വായിൽ നിന്ന് മുടിഞ്ഞു പോയിരിക്കുന്നു. മുടിഞ്ഞിട്ടില്ല. സത്യത്തിന് നാവിന് ചില പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്, അത് ശരി. പക്ഷേ മുടിഞ്ഞു പോയിട്ടില്ല, സത്യസന്ധത മുടിഞ്ഞു പോയിട്ടില്ല എന്ന് കണ്ട് യാക്കോബിന്റെ നാവ് യാക്കോബിന് പ്രതികൂലമല്ല എന്ന് മനസ്സിലാക്കിയ ദൈവം അവിടെ പുതിയൊരു പേര് കൊടുത്ത് അവനെ ഉയർത്തുകയാണ്. കർത്താവിന് സ്തോത്രം. ദാവീദിന്റെ ജീവിതത്തിലും അപ്രകാരം സംഭവിക്കുകയാണ്. ചരിത്രം കേട്ട് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ആരായിരുന്നാലും അവൻ മരണയോഗ്യനാണ്. മതി. കാരണം അവന്റെ നാവ് അവന് വിരോധമാണെങ്കിലും പറഞ്ഞത് സത്യസന്ധതയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത്, അങ്ങനെ സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കാൻ അവർ ഇടറി വീഴുവാനിടയായി. ഇതുമായിട്ട് മനുഷ്യൻ നടക്കുകയാണ്. ലോകത്തിൽ അവിടെ ഒരു ദേശക്കാരെ കുറിച്ച് ഒരിക്കൽ ഒരാൾ പറയാം, അവര് സത്യസന്ധതയുടെ അടയാളമായിട്ടുള്ള ഒരു ചരടുണ്ട് അവർക്ക്. ഉണ്ടായ സംഭവം വടക്കേന്ത്യയിലുള്ള ഒരു സ്ഥലമാണ്. വളരെ സത്യസന്ധതയുടെ അടയാളമുണ്ട് അവർക്ക്. അതൊരു ചരട. അപ്പൊ അവിടെ അവരെ പരിചയമുള്ള ഒരാൾ പറയാം, ഒറ്റെണ്ണത്തിനെ വിശ്വസിക്കരുത്. നേരെന്ന് പറയുന്നത് അവർ പറയില്ല, സത്യം പറയില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത്, ഒരു മനുഷ്യന്റെ മൂല്യം അവിടെ പോയി. മൂല്യം വിശ്വാസത്തിൽ വന്നതിന് ശേഷം, വിശ്വാസത്തിൽ വന്ന് ഇത്രയും പറഞ്ഞതിന് ശേഷം അവന്റെ നാവ് അവന് വിരോധമായിട്ട് ഏത് സമയത്തും അപകടപ്പെടുത്താൻ തക്കവണ്ണമാണെങ്കിൽ അവന് മൂല്യം എവിടെയാ? യോബിന്റെ ജീവിതം മുഴുവനും ആ പരീക്ഷയുടെ ഘട്ടത്തിൽ വളരെ സമയം കൂടെ ഇരുന്ന് അവസാനം യോബിനെ കുറ്റപ്പെടുത്തിയതാണ്. അവസാനം വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് എഴുന്നേറ്റപ്പോ കർത്താവ് പറയുകയാണ്, എൻ്റെ ദാസനായ യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. അതായത് അവർ 3 പേര് ഇത്രയും നേരം കർത്താവിന്റെ വേലയായിരുന്നു. അവർ കർത്താവിന്റെ വചന ശുശ്രൂഷയായിരുന്നു ഇത്രയും നേരം. പക്ഷേ നാവ് വിരോധമായിപ്പോയി. വൻ കാര്യങ്ങളാണ് പറഞ്ഞത്, പക്ഷെ നാവ് വിരോധമായിപ്പോയി. എന്നാൽ ആരംഭം മുതൽ എൻ്റെ ദാസനായ യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ എന്ന് ചോദിച്ച നാൾ മുതൽ ഇന്ന് വരെയും എൻ്റെ വായിൽ, കർത്താവിന്റെ ദാസൻ പറയുകയാണ്, എൻ്റെ വായിൽ എൻ്റെ നാവ് സംസാരിക്കുന്നു. എൻ്റെ നാവ് ഒരിക്കലും എനിക്ക് വിരോധമായിട്ടിരുന്നിട്ടില്ല. എനിക്ക് പക്ഷമല്ലാതെ എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അത് ദൈവം അറിയുന്നു. ഒടുവിൽ ദൈവം എഴുന്നേറ്റ് പറഞ്ഞു,
എൻ്റെ ദാസനായ യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായി സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, അവൻ നിങ്ങൾക്ക് വേണ്ടി യാഗം കഴിച്ച് പ്രാർത്ഥിക്കട്ടെ. എന്നാൽ നിങ്ങളുടെ ഭോഷത്വത്തിന് ഒത്തവണ്ണം ഞാൻ നിങ്ങളോട് ചെയ്യാതിരിക്കും. കാര്യങ്ങൾ വേറെ നിലയിലേക്ക് മാറി. കാര്യങ്ങൾ വേറെ നിലയിലേക്ക് മാറി. ഭൂമിയിൽ ഒരു കാര്യം നമ്മൾ ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാക്കുക. ഈ ഭൂമിയിൽ വിശ്വാസികളടക്കം സ്വന്തം നാവ് ശത്രുവായി തീരാത്ത എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ചുരുക്കമാണ്. അത്രയും ചുരുക്കമാണ്. നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം അതായിരിക്കട്ടെ. നമ്മൾ ഏത് ന്യായാധിപന് മുമ്പിലാണ് നിൽക്കുന്നത്, നമ്മൾ ഏത് ശത്രുവിന് മുമ്പിലാണ് നിൽക്കുന്നതിരിക്കട്ടെ, നമ്മുടെ ധനമെന്ന് പറയുന്നതും നമ്മുടെ പ്രാഗൽഭ്യം എന്ന് പറയുന്നതും എനിക്കെതിര് പറയാത്ത എൻ്റെ നാവാണ്. ഇല്ലാത്തവനൊക്കെയും സമയമാകുമ്പോൾ ഇടറി വീഴും. എന്നാൽ നാവ് അനുകൂലമായിരിക്കുന്നവൻ ഒരിക്കലും ഇടറുകയില്ല, ഒരിക്കലും വീഴുകയില്ല. ദൈവം അവനെ നിലനിർത്തും. അവൻ ദൈവത്തിനു മുമ്പാകെ മാന്യനാണ്, അവൻ ദൈവത്തിനു മുമ്പാകെ ശ്രേഷ്ഠനാണ്. ദൈവത്തിൻ്റെ കരം അവനോടൊപ്പം ഉണ്ടായിരിക്കും. അവനാണ് പറയുന്നത്, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലാകും. സമർത്ഥനായ ലേഖകൻ എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്ന ശ്രേഷ്ഠമായിട്ടുള്ള അവയവമാണ് അവൻ്റെ നാവ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ലക്ഷ്യവും അതുതന്നെയായിരിക്കട്ടെ. ഏറ്റവും വലിയ ധനം അതാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഏറ്റവും വലിയ ധനം. കർത്താവിന് സ്തോത്രം. വചനം പറയുന്നത് സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ദൈവത്തിൻ്റെ സഭ. ഞങ്ങൾ ഒരിക്കലും ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു കാര്യത്തെക്കുറിച്ച് അറിയണം, ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ അറിയണം. അപ്പോൾ താഴത്ത് കുറച്ച് ബന്ധക്കോസ്തുകാർ താമസിക്കുന്നുണ്ട്, മേളിൽ 2-3 പേര് കുറച്ച് പേര് താമസിക്കുന്നുണ്ട്. കാര്യങ്ങൾ ചോദ്യം വന്നു, ബിൽഡിങ്ങിൻ്റെ ഓണർ വന്ന് കാര്യങ്ങൾ ചോദ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും താഴത്തിരിക്കുന്ന ബന്ധക്കോസ്തുകാർ പറയാം, സാബ് ഒരു കാര്യം ചെയ്യും, മേളിൽ 2 ബന്ധക്കോസ്തുകാർ താമസിക്കുന്നുണ്ട്, അവരുടെ അടുത്തേന്ന് ചോദിക്കുക. അവർ നുണ പറയില്ല, അവർ നുണ പറയില്ല. ആ വാക്ക് കേൾക്കണം. എന്താ ശരീരം നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ എന്താ ഈ കേൾക്കുന്നത്? സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമാണ് ദൈവത്തിന്റെ സഭ. സാക്ഷാൽ ഒരു വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ സത്യമാണെന്ന് അവനോട് ചോദിച്ചാൽ മതിയെന്ന്. പിതാവേ, അതിനുള്ള യോഗ്യത നമുക്ക് എന്തുണ്ട്? നമ്മുടെ ധനം, നമുക്ക് ശത്രുവാകാത്ത, നമുക്കെതിര് പറയാത്ത നമ്മുടെ നാവ്. അത്രേ ഉള്ളൂ. വചനം പറയുന്നത് ക്രിസ്തുവിന്റെ നാളിൽ ഒരു ഇടർച്ചയുടെ ഒരു ദിവസമുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം ക്രിസ്തുവിന്റെ നാളിൽ ഇടർന്നത്, ആ ദിവസം ഇടർച്ചയുണ്ടോ? ഉണ്ട്. ക്രിസ്തുവിന്റെ വരവെങ്കിലും ഒരു ഇടർച്ചയുണ്ട് ഇവിടെ, വലിയൊരു ഇടർച്ച. ആ ഇടർച്ച ഇല്ലാത്തവൻ ഈ ഒരു അല്പമായൊരു കൂട്ടമായിരിക്കും. ഏതല്പം? സ്വന്തം നാവ് വിരോധമല്ലാത്തൊരു കൂട്ടം. ആ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, ക്രിസ്തുവിന്റെ നാളിലേക്ക് ഇടർച്ചയില്ലാത്തവരായി തീരുവാൻ. സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കാൽ അവർ ഇടറി വീഴും. സ്വന്തം നാവ് അനുകൂലമായിരിക്കുന്നവൻ ഇടറുകയില്ല, ഉറച്ചു നിൽക്കും. ദൈവം അവന്റെ സമ്പത്താണ്, അവൻ ദൈവത്തിന്റെ സമ്പത്താണ്. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും